ആയിരക്കണക്കിന് ജനങ്ങളെ വകവരുത്തിയ ഒരു ശപിക്കപ്പെട്ട കുടുംബമായിരുന്നു ക്രോ ഫാമിലി. ഒരു ചെറിയ പട്ടണമായ ഒഹിയോയിലെ റേവൻവുഡ് എന്ന കാട്ടിൽ നടന്നൊരു സംഭവ കഥയാണിത്. റേവൻവുഡ് കാടിനടുത്തായി ഒരു പഴയ കൊച്ചു വീട്ടിലായിരുന്നു ക്രോ ഫാമിലി താമസിച്ചിരുന്നത്. അവരുടെ വിചിത്രമായ മുഖവും പ്രവർത്തികളും കാരണം ആ നാട്ടിലെ ജനങ്ങൾ അവരെ വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ആ നാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ ഭയത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാനായി ആ വീട് കത്തിച്ചു നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ആ വീട് കത്തിച്ചതിനെ തുടർന്ന് കുടുംബമെല്ലാം കത്തി നശിച്ചു കാണുമെന്ന് ആശ്വസിച്ച് ജനങ്ങൾക്ക് തെറ്റി. കാരണം ക്രോ ഫാമിലി അതിസാഹസികമായി രക്ഷപ്പെട്ടു. തകർന്ന മനസ്സും ഒടുങ്ങാത്ത പകയുമായി അവർ കാട്ടിൽ അഭയം തേടി. ആ നാട്ടിലെ ജനങ്ങളെ എങ്ങനെയും വകവരുത്തുമെന്നവർ ശപഥം ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ നാട്ടിലെ ജനങ്ങളും കാട് സന്ദർശിക്കാൻ വന്ന സന്ദർശകരും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. എന്നാൽ ഇതിൽ നിന്ന് ജീവനോടെ പുറത്തു വന്നവർ പറഞ്ഞത് അവരെ ആക്രമിച്ചത് ക്രോ ഫാമിലി ആണെന്നായിരുന്നു. അവർ ആ കാട്ടിലെത്തുന്ന ആൾക്കാരെ വകവരുത്താനായി പല രീതിയിലുള്ള കെണികൾ ഒരുക്കി. ഒന്നും അറിയാതെ കാട്ടിലെത്തുന്നവർ ആ കെണികളിൽ വീഴുമായിരുന്നു. കെണികളിൽ വീണവരെ വലിച്ചിഴച്ച് ഇരുണ്ട ഗുഹകളിൽ കൊണ്ടുപോയി ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി അവരെ കൊന്നൊടുക്കിയതിനു ശേഷം ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ ഒരു രക്തം പുരണ്ട കാക്കത്തൂവൽ കാട്ടിൽ ഉപേക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു പെൺകുട്ടി ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നു. ആ പെൺകുട്ടി പറഞ്ഞത് അവൾ തന്റെ സുഹൃത്തുമായി കാട്ടിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്റെ സുഹൃത്തിനെ ദുരൂഹമായി കാണാതെയായി. അവൾ കാടാകെ തിരഞ്ഞെങ്കിലും സുഹൃത്തിനെ കണ്ടെത്താനായില്ല. പക്ഷെ പെട്ടെന്ന് അവൾ എവിടെ നിന്നോ ആരോ പിറുപിറുക്കുന്ന ഒരു ശബ്ദം കേൾക്കാനിടയായി. നിങ്ങൾ ഞങ്ങളെ കത്തിച്ചു, ഇനി ഞങ്ങൾ നിങ്ങളെ കത്തിക്കും. ഇതായിരുന്നു ആ ശബ്ദത്തിലൂടെ അവൾ കേട്ടത്. എന്നാൽ ഇതിനുശേഷം ആ കാട്ടിനടുത്തേക്ക് ആരും പോകാതെയായി. ജനങ്ങൾ പറയുന്നത് പിറുപിറുക്കുന്ന ശബ്ദമോ മരച്ചിലകൾ ഒടിക്കുന്ന ശബ്ദമോ രക്തം പുരണ്ട കാക്കയുടെ തൂവലോ കാടിനരികിൽ കണ്ടാൽ ഒരിക്കലും അതുവഴി പോകരുത്. കാരണം ക്രോ ഫാമിലി ഇപ്പോഴും തന്റെ ഇരയ്ക്കായി അവിടെ കാത്തിരിക്കുന്നുണ്ടാവാം.